വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. AmisyummyKitchen എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജസീന. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാഫൽസ് ആണ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിവ് അവേയുടെ കാര്യം. അത് ഞാനൊരു Q&A വീഡിയോ ഉടനെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഇപ്പോൾ യൂട്യൂബ് ചെറിയൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗിവ് അവേയുടെ വീഡിയോ മാത്രമായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ Q&Aയുടെ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഹലോ, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് അല്ലെങ്കിൽ വാഫൽസ് ആണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേര് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ്. മുട്ട ഇഷ്ടമില്ലാത്തവർ വിഷമിക്കേണ്ട. നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് പേര് വെജിറ്റേറിയൻസ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിന് പകരമായിട്ട് മുട്ടയ്ക്ക് പകരം നിങ്ങൾ ബട്ടർ മിൽക്ക് എടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയും അതുപോലെ 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓയിലാണ് ഉള്ളതെങ്കിൽ സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. 1 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഈ ബാറ്റർ നല്ല ലൂസായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മൈദ കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതിന് കുറച്ചുകൂടി ലൂസായി പോയതിന് കാരണം ഞാനൊരു 1/4 കപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നന്നായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതിയാവും. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് പോകാൻ വിടരുത്. കാരണം ഞാനിത് ചേർത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ എന്തോ റെക്കോർഡ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു സാൻഡ്വിച്ച് മേക്കറാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് ദോശക്കല്ലിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. 1 സ്പൂൺ വെച്ച് നമുക്കിതുപോലെ ഒഴിച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് സാൻഡ്വിച്ച് മേക്കർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതെടുക്കും. ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടാനായിട്ട് നന്നായിട്ട് ആവി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇത് തുറന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രൈ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതുപോലെ മൂടി തുറന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുകൂടി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൽ നമ്മൾ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നത് ന്യൂട്ടല്ലയാണ്. ഞാൻ ന്യൂട്ടല്ല ചെയ്യുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് മേക്കറിൽ വാഫൽസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ന്യൂട്ടല്ലയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഡിസൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി വെച്ച് കൊടുക്കാം. പക്ഷേ എപ്പോഴും ഐസ്ക്രീമാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ്. നമ്മൾ ചോക്ലേറ്റ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ ഫ്ലവർ ഡിസൈനിലുള്ള ചോക്കോസുമാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാരമൽ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഫൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഞാൻ പറയുന്നത് ഐസ്ക്രീമാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേര് നമുക്കൊന്ന് എടുത്ത് പറയണ്ടേ. കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം ഒരു 60 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹായ് പറയാനായിട്ട്. അപ്പോൾ അത് ഇത്രയും ലോങ് ആയതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമേ. പിന്നെ ജയസുധയ്ക്കൊരു സ്പെഷ്യൽ ഹായ്.